നിങ്ങളൊരു അഡീഷണൽ ഇൻകം ഏൺ ചെയ്യാൻ താല്പര്യം കാണിച്ചതിൽ ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അഡീഷണൽ ഇൻകം ഉണ്ടാക്കാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ്. അത് നമ്മളൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസർ ആയാലുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയെ കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ഇൻഷുറൻസ് കേൾക്കുമ്പോഴേ നിങ്ങളുടെ പലരുടെയും നെറ്റി ഒന്ന് ചുളുങ്ങി കാണും അല്ലേ? അത് വേണ്ട. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സെയിൽസ് ജോബായിട്ട് കാണണ്ട. അത് നമ്മളൊരു ബേസിക്കലി ഒരു അഡ്വൈസറി ഒരു ജോബായിട്ട് കണ്ടാൽ മതി. നമ്മുടെ കൂട്ടുകാർ, നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ റിലേറ്റീവ്സും ഒരുപാട് പേർക്ക് ഇൻഷുറൻസ് ഉണ്ടായിരിക്കാം, ഇൻഷുറൻസ് ഇല്ലായിരിക്കാം, ഹെൽത്ത് ഇൻഷുറൻസ്. അപ്പം ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളവർക്ക് നമ്മളിത് ഈ പണ്ട് പറയുന്ന പോലെ എനിക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു ഫോൺ ഉണ്ട് എന്ന് പറയുന്ന പോലെയാണ്. 10 വർഷം മുമ്പേ ഉള്ള ഒരു നോക്കിയ ഫോൺ അല്ല, അതിൻ്റെ ഫീച്ചേഴ്സ് അല്ല ഇപ്പോഴത്തെ പുതിയ സാംസങ്ങിൻ്റെയും ആപ്പിളിൻ്റെയും ഫീച്ചേഴ്സ് അല്ലേ. പണ്ടത്തെ ഫോണിന് നമുക്കറിയാം വെറുതെ ഫോൺ വിളിക്കാനേ പറ്റുള്ളൂ. ഇപ്പോഴത്തെ ഫോണിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് അതിൽ പിക്ചേഴ്സ് ഡൗൺലോഡ് ചെയ്യാം. അതിൻ്റെ ക്യാമറയൊക്കെ ഒരു പഴയ നമ്മൾ കൊണ്ടു നടന്ന ക്യാമറയെക്കാളും നല്ല പിക്ചേഴ്സ് നമുക്കിത് ഇപ്പോൾ ഫോണിൽ കൂടെ തന്നെ എടുക്കാൻ പറ്റും. അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് അപ്ഡേറ്റ്, എൻ്റെ ബാറ്ററി പവർ കൂടുതലാണ് അല്ലേ. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സ് വന്നിട്ടുണ്ട്, പുതിയ ഫീച്ചേഴ്സ് ഫോണിൽ. അതുപോലെ തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് രംഗത്തും പഴയ പ്ലാനിൻ്റെ ഫീച്ചേഴ്സ് അല്ല ഇപ്പോഴത്തെ പ്ലാനിൻ്റെ ഫീച്ചേഴ്സ്. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്, പുതിയ ഫീച്ചേഴ്സൊക്കെ. അപ്പം നമ്മുടെ കൂട്ടുകാരും നമ്മുടെ റിലേറ്റീവ്സിന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഓൾറെഡി ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ പുതിയ ഫീച്ചേഴ്സ് അവരെ അപ്ഡേറ്റ് ചെയ്യാം, പുതിയ ഫീച്ചേഴ്സുള്ള പ്ലാനിലേക്ക് അവരെ മൈഗ്രേറ്റോ പോർട്ടോ ചെയ്യാം. അപ്പം അങ്ങനെ നമുക്കൊരു ഇൻകം ഓപ്പർച്യൂണിറ്റി ഉണ്ട്. എന്നാൽ കുറേ പേർക്ക്, ഭൂരിഭാഗം പേർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ലാത്തവരാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ നോക്കുകയാണെങ്കിൽ 70% ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല. അപ്പം അങ്ങനെ നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. പുതിയ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നമ്മളൊരു പുതിയ പ്ലാൻ പ്രൊമോട്ട് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ട് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് കസ്റ്റമറിൻ്റെ പ്ലാൻ പോർട്ട് ചെയ്യുമ്പോൾ 2 സമയത്ത് നമുക്ക് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇതിൽ. പിന്നെ ഇത് പഴയ സെയിൽസ്മാനെ പോലെ നമ്മൾ വീട് പോയിട്ട് വിൽക്കുന്ന പരിപാടിയൊന്നുമല്ല. നമ്മുടെ കണക്ഷൻസ്, നമ്മുടെ കോൺടാക്ട്, നമ്മുടെ നാച്ചുറലായിട്ട് നമ്മുടെ മാർക്കറ്റ് എന്ന് പറയുന്ന ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്കിൾ, ആൻറ്റി, ബ്രദർ, സിസ്റ്റർ, ഇവരുടെ അടുക്ക തന്നെ നമ്മൾ അഡ്വൈസ് ചെയ്തിട്ട് നമ്മുടെ ബിസിനസ് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെ തുടങ്ങാൻ പറ്റും? നിങ്ങൾക്ക് ഇന്ത്യയിൽ ഹെൽത്ത് ഇൻഷുറൻസ് വിൽക്കുന്ന 30ഓളം ഇൻഷുറൻസ് കമ്പനികളുണ്ട്. നമ്മൾ കണ്ടിരിക്കുന്ന എന്താണ്? ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് പ്രോഡക്റ്റാണ് നല്ലത് എന്ന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അഡ്വൈസറിനെ ആയിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത് അല്ലേ. എന്നാൽ നമ്മളൊരു ബ്രോക്കിംഗ് സ്ഥാപനമാണ്. എല്ലാ ഇൻഷുറൻസ് ബ്രോക്കിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു ബ്രോക്കിംഗ് സ്ഥാപനമാണ്. ഇവിടെ നമുക്ക് ഈ 30 ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനിയുടെ ബിസിനസ്സും നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും. ഒരു കസ്റ്റമറുടെ അടുക്ക് നമ്മൾ പോകുമ്പം അവർക്ക് എക്സ് കമ്പനിയിൽ നിന്ന് അവർക്ക് നല്ല സർവീസ് എല്ലാം ലഭിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈ എന്ന കമ്പനിയുടെ പ്രോഡക്റ്റ് അവർക്ക് സജസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് ഏത് കമ്പനി വേണമെങ്കിലും, ബിക്കോസ് നമ്മൾ ഒരു ഇൻഷുറൻസ് കമ്പനിയുടെ കൂടെയല്ല വർക്ക് ചെയ്യുന്നത്. നമ്മൾ ആരുടെ കൂടെയാണ്? നമ്മൾ കസ്റ്റമറുടെ ഒപ്പമാണ്. കസ്റ്റമറിന് ഏറ്റവും നല്ല പോളിസി സെലക്ട് ചെയ്ത് നമുക്ക് തരാൻ പറ്റും. അതാണ് നമ്മൾ പറയുന്ന ഓപ്പർച്യൂണിറ്റി. അപ്പം നിങ്ങളെ എല്ലാവരെയും ഞാനൊരു ഹെൽത്ത് ഇൻഷുറൻസ് അഡ്വൈസറി ജോബിലേക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സ്വാഗതം ചെയ്യുന്നു. അപ്പം നമ്മുടെ ന്യൂ ബിസിനസ്സിൻ്റെ ഇൻകം കൂടാതെ നമുക്ക് ഇതിന് റിന്യൂവലും വരും. ബിക്കോസ് ഒരു കസ്റ്റമർ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുകയാണെങ്കിൽ 1 വർഷത്തേക്കല്ല എടുക്കുന്നത്, അവരെടുക്കുന്ന ജീവിതകാലം മൊത്തം ആണ്. ഇപ്പോൾ ഒരു 40 വയസ്സ് ഉള്ള ഒരു കസ്റ്റമർ നമ്മുടെ അടുത്ത് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി എടുക്കുമ്പം അവർ 60, 70, 80 വയസ്സ് വരെ നമ്മുടെ ഈ ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി തുടർച്ചയായി റിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇവർ റിന്യൂ ചെയ്യുമ്പോഴും നമുക്ക് അതിൽ നിന്നൊരു ഇൻകം വരുന്നതായിരിക്കും. അതാണ് നമ്മുടെ ട്രെയിൽ ഇൻകം, അല്ലെങ്കിൽ ഒരു പാസീവ് ഇൻകം എന്ന് പറയുന്നത്. അപ്പം ഇത് ഒരു ന്യൂ ബിസിനസ്സിൽ നമുക്ക് ഇൻകം ഉണ്ട്. ഒരു പുതിയ പോളിസി, പുതിയ ഫീച്ചേഴ്സും ബെനിഫിറ്റ്സ് ഉള്ള ഒരു പോളിസി, എക്സിസ്റ്റിംഗ് പോളിസി പോർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻകം ഉണ്ട്. അതുകൂടാതെ നമുക്കൊരു റിന്യൂവൽ ഇൻകമും ഉണ്ട്. അപ്പം അത്യാവശ്യം നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്ന വിത്തൗട്ട് 1 രൂപ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെ ഒന്നും തന്നെ ഇല്ല. നിങ്ങളുടെ ബന്ധങ്ങളാണ് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്.
അപ്പം ഈ ബിസിനസ് നിങ്ങൾക്ക് ഒന്ന് ശ്രമിച്ചു നോക്കണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഫോം ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്താൽ മതി. ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഓൾ ദി ബെസ്റ്റ്.